ഹലോ ഫ്രണ്ട്സ്, ഇനി നമ്മൾ ചെറിയൊരു രസകരമായ കഥയാണ് പഠിക്കാൻ പോകുന്നത്. കഥയുടെ പേര് സീക്രട്ട് ഈറ്റർ. അപ്പം നമുക്ക് ഫസ്റ്റ് പോയിന്റ് പഠിക്കാം. അല്ലിക്ക് വളരെ വിശപ്പുണ്ടായിരുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? വളരെ എന്ന് വെച്ചാൽ എന്താ? വെരി. വിശപ്പ് ഹംഗ്രി. അപ്പോൾ വിശപ്പുണ്ടായിരുന്നു. അപ്പം ഒരു കഴിഞ്ഞു പോയ കാര്യമാണ് ഇവിടെ പറയണത്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലല്ല എഴുതാമെന്ന് നോക്കാം. അല്ലിക്ക് വളരെ വിശപ്പുണ്ടായിരുന്നു. അല്ലി ഉണ്ടായിരുന്നു എന്ന് വരാൻ വേണ്ടി നമ്മൾ എന്താണ് യൂസ് ചെയ്യണേ? നമുക്കറിയാം ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം ഇവിടെ നമുക്ക് വാസ് ഓർ വെയർ യൂസ് ചെയ്തിട്ട് എഴുതാം. കാര്യം ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്, ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം ഇവിടെ എന്താണ് ഞാൻ വാസ് ആണോ വെയർ ആണോ യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പം ഇവിടെ അല്ലി എന്ന് പറയുന്നത് ഒരു സിംഗുലാർ സബ്ജക്റ്റാണ്. അപ്പോൾ ഒറ്റ ഒരാളാണ്. ഇപ്പം 2 പേരുണ്ടെങ്കിൽ അതൊരു പ്ലൂറൽ സബ്ജക്റ്റാണ്. ഇപ്പം അല്ലി ഒരാളായതുകൊണ്ട് നമുക്ക് വാസ് എഴുതാം. അപ്പോൾ വേറെ എഴുതുന്നത് എവിടെയാണ്? പ്ലൂറൽ സബ്ജക്റ്റ്, ഒന്നിൽ കൂടുതൽ ആൾ. ഇപ്പം അല്ലിയും അവളുടെ കൂട്ടുകാരിയും ആയിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ വേറെ എഴുതാമായിരുന്നു. ഇപ്പം ഇത് ഒറ്റ ഒരാളേ ഉള്ളൂ, അതുകൊണ്ടാണ് നമ്മളിവിടെ വാസ് എഴുതിയത്. അപ്പം അല്ലി വാസ്. ഇപ്പം വളരെക്ക് നമ്മൾ എന്താ എഴുതുന്നത്? വെരി. അല്ലി വാസ് വെരി. വിശപ്പ്. അപ്പോൾ വിശപ്പിന് നമ്മൾ ഹംഗ്രീന്ന് എഴുതും. നമുക്ക് ഒന്നും കൂടെ പറഞ്ഞു നോക്കാം. അല്ലിക്ക് വളരെ വിശപ്പുണ്ടായിരുന്നു. അല്ലി വാസ് വെരി ഹംഗ്രി. അല്ലി വാസ് വെരി ഹംഗ്രി. അപ്പം ഇവിടെ ഈ ഒരു സെൻറ്റൻസ് ഞാൻ പറഞ്ഞു ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസാണ്, ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം ഈ സെൻറ്റൻസിൽ എന്ത് ചേഞ്ചാണ് നമ്മൾ വരുത്തിയിരിക്കണേ? നമ്മൾ വാസ് എഴുതി. വാസ് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് എഴുതാനാണ് നമ്മൾ വാസ് യൂസ് ചെയ്യണം, വാസ് ഓർ വെയർ യൂസ് ചെയ്യണേ. അപ്പം ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു വേറെ എന്താണ് യൂസ് ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞു. കാര്യം അല്ലി ഒരു സിംഗുലാർ സബ്ജക്റ്റ് ആയതുകൊണ്ട്. പിന്നെ ഈ വാസ് എന്ന് പറയുന്നത് എന്താ? വാസ് എന്ന് പറയുന്നത് ഈസിൻ്റെ പ്രസൻറ്റ് ഫോമാണ്. ഈസ് എന്ന് പറയുന്നത് പ്രസൻറ്റ് ഫോമാണ്. ഈസിൻ്റെ പാസ്റ്റ് ഫോമാണ് വാസ്. അപ്പോൾ ഇവിടെ ഈസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഈസ് എന്ന് പറയുന്നത് പ്രസൻറ്റ് ഫോമാണ് വാസിൻ്റെ. അപ്പം വാസ് എന്ന് പറയുന്നത് ഈസിൻ്റെ പാസ്റ്റ് ഫോമാണ്. അപ്പം അല്ലിക്ക് നല്ല വിശപ്പുണ്ട് എന്ന് പറയാൻ വേണ്ടി ആദ്യം നമുക്ക് പറയാമായിരുന്നു ഈസ്. അല്ലി ഈസ് വെരി ഹംഗ്രി. അല്ലിക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇവിടെ അല്ലിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വാസ് യൂസ് ചെയ്തത്, ഒരു കഴിഞ്ഞു പോയ കാര്യമായിട്ട്. അപ്പം ഈസിൻ്റെ പാസ്റ്റ് ഫോമാണ് വാസ്. നമുക്ക് ഒന്നുകൂടെ പറയാം. അല്ലിക്ക് വളരെ വിശപ്പുണ്ടായിരുന്നു. അല്ലി വാസ് വെരി ഹംഗ്രി. അല്ലി വാസ് വെരി ഹംഗ്രി. നമുക്കിനി അടുത്ത പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൾ ഭക്ഷണം കഴിക്കാൻ അടുക്കളയിലേക്ക് പോയി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അവൾ ഷീ. അപ്പം കഴിക്കുക എന്ന് വെച്ചാൽ എന്താ? ഈറ്റ്. അടുക്കള കിച്ചൺ. ഇപ്പോൾ പോയി, ഇവിടെ പോവുക എന്ന് പറഞ്ഞാൽ ഗോ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം പോയി എന്നാണ്. ഓൾറെഡി പോയി കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഗോ, പോവുക ഗോ. അപ്പോൾ ഗോയെ നമ്മൾ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ എഴുതാമെന്ന്. അവൾ ഭക്ഷണം കഴിക്കാൻ അടുക്കളയിലേക്ക് പോയി. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഷീ. അപ്പം പോവുക, അപ്പം ഗോ. ഗോയെ പാസ്റ്റ് ഫോം ആക്കി എഴുതാം. ഗോയുടെ പാസ്റ്റ് ഫോം വെൻറ്റാണ് ഇവിടെ എഴുതുന്നത്. അപ്പം ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗോയ്ക്ക് 3 ഫോംസ് ഉണ്ടെന്ന്. അത് നമുക്കിവിടെ എഴുതാം. ഇത് എഴുതി കഴിഞ്ഞിട്ട് അപ്പം ഷീ വെൻറ്റ് ടു ദ കിച്ചൺ. ഷീ വെൻറ്റ് ടു ദ കിച്ചൺ. എന്തിനു വേണ്ടിയിട്ട് പോയത്? ടു ഈറ്റ് ഫുഡ്. ഷീ വെൻറ്റ് ടു ദ കിച്ചൺ ടു ഈറ്റ് ഫുഡ്. അവൾ ഭക്ഷണം കഴിക്കാൻ അടുക്കളയിലേക്ക് പോയി. ഷീ വെൻറ്റ് ടു ദ കിച്ചൺ ടു ഈറ്റ് ഫുഡ്. അപ്പം ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ വെൻറ്റ് എഴുതിയത്? കാര്യം ഓൾറെഡി പോയി കഴിഞ്ഞ കാര്യമാണ്. ഓൾറെഡി ഗോ എന്ന് പറഞ്ഞാൽ പോവുക, ഓൾറെഡി പോയി. അതുകൊണ്ടാണ് നമ്മൾ വെൻറ്റ് ചെയ്തത്, ഗോയുടെ പാസ്റ്റ് ഫോം. അപ്പോൾ ഗോയ്ക്ക് ഞാൻ പറഞ്ഞു ഗോയ്ക്ക് എത്ര ഫോംസ് ആണ് ഉള്ളത് നമുക്കിവിടെ നോക്കാം. ഗോ, വെൻറ്റ്, നമുക്ക് കാണാം ഗോ, വെൻറ്റ്, ഗോൺ. അപ്പം ഗോയുടെ സെക്കൻഡ് ഫോമാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്, വെൻറ്റ്. ഷീ വെൻറ്റ് ടു ദ കിച്ചൺ ടു ഈറ്റ് ഫുഡ്. അപ്പം ഒന്നുകൂടെ നമുക്ക് പറയാം. അവൾ ഭക്ഷണം കഴിക്കാൻ അടുക്കളയിലേക്ക് പോയി. ഷീ വെൻറ്റ് ടു ദ കിച്ചൺ ടു ഈറ്റ് ഫുഡ്. ഷീ വെൻറ്റ് ടു ദ കിച്ചൺ ടു ഈറ്റ് ഫുഡ്. അപ്പം ഈ ഒരു സെൻറ്റൻസ് ഒരു കഴിഞ്ഞു പോയ കാര്യമാണെന്ന് നമുക്കറിയാൻ വേണ്ടി നമ്മൾ ആകെ ഒറ്റ ചേഞ്ച് വരുത്തില്ല, നമ്മൾ ഗോയെ വെൻറ്റാക്കി മാറ്റി. വേറെ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. നിങ്ങൾക്ക് നോക്കാം, വേറെ ഒന്നും വരുത്തിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ ഗോ എന്നുള്ളതിനെയാണ് നമ്മൾ വെൻറ്റാക്കി മാറ്റിയത്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ജസ്റ്റ് ഞാൻ അണ്ടർലൈൻ ചെയ്യാം. ഷീ സബ്ജക്റ്റ്, വെൻറ്റ് വെർബ്.
ജസ്റ്റ് എഴുതിയേക്കാം. വെർബും സബ്ജക്റ്റും ഇത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമുക്കൊന്നും കൂടെ പറഞ്ഞു നോക്കാം. അവൾ ഭക്ഷണം കഴിക്കാൻ അടുക്കളയിലേക്ക് പോയി. ഷി വെൻറ്റ് ടു ദ കിച്ചൺ ടു ഈറ്റ് ഫുഡ്. ഷി വെൻറ്റ് ടു ദ കിച്ചൺ ടു ഈറ്റ് ഫുഡ്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൾ മേശപ്പുറത്ത് ഒരു കേക്ക് കണ്ടു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അവൾ മേശപ്പുറത്തൊരു. അപ്പം മേശ, ടേബിൾ, മേശയുടെ പുറത്താണ് നമുക്ക് ഓൺ ദ ടേബിൾ എന്ന് എഴുതാം. കണ്ടു, ഇപ്പോൾ കാണുക എന്ന് വെച്ചാൽ എന്താ? ഇപ്പോൾ ഇവിടെ കണ്ടു എന്നാണ്, ഓൾറെഡി കണ്ടു കഴിഞ്ഞ കാര്യം. അപ്പം നമ്മൾ സിയുടെ പാസ്റ്റ് ഫോം നമുക്ക് എഴുതാം. അപ്പം എങ്ങനെയാ? അവൾ മേശപ്പുറത്തൊരു കേക്ക് കണ്ടു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അപ്പം കാണുക എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടു എന്നായിട്ട് നമ്മൾ സിയുടെ പാസ്റ്റ് ഫോമാണ് എഴുതാൻ പോണത്. ഷീ സാ എ കേക്ക്, ഒരു കേക്ക്. അപ്പം ഒരു കേക്ക് എന്നുള്ളത് നമ്മളാണ് എ കേക്ക് എന്ന് എഴുതിയത്. ഷീ സാ എ കേക്ക് എവിടെയാണ് കണ്ടത്? മേശയുടെ പുറത്ത്. അപ്പം നമുക്ക് എഴുതാം ഓൺ ദ ടേബിൾ. നമുക്കൊന്നും കൂടെ പറഞ്ഞു നോക്കാം. ഷീ സാ എ കേക്ക് ഓൺ ദ ടേബിൾ. അപ്പം നമ്മൾ ഇവിടെ എന്ത് ചേഞ്ചാണ് വരുത്തിയത്? ഓൾറെഡി ഇത് കഴിഞ്ഞു പോയ കാര്യമാണ്. അവൾ മേശപ്പുറത്ത് ഒരു കേക്ക് കണ്ടു, ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം നമ്മൾ ഇവിടെ സി എന്നുള്ളത് നമ്മൾ പാസ്റ്റ് ഫോം ആക്കി സാ എഴുതി. സിയുടെ പാസ്റ്റ് ഫോമാണ് സാ. അപ്പോൾ സിക്ക് ടോട്ടൽ 3 ഫോംസ് ഉണ്ട്. അതും കൂടെ ഒന്ന് എഴുതിയേക്കാം. അപ്പം നമുക്ക് മനസ്സിലാവും ക്ലിയറായിട്ട്. സി, സാ, സി. അപ്പം ഇതാണ് 3 ഫോംസ്. ഇതിൽ നമ്മൾ സെക്കൻഡ് ഫോമാണ് എഴുതിയിരിക്കുന്നത്. സിയുടെ സെക്കൻഡ് ഫോം സായാണ് നമ്മളിവിടെ എഴുതിയത്. ഷീ സാ എ കേക്ക് ഓൺ ദ ടേബിൾ. അപ്പം ഇവിടെ ഓൺ ദ ടേബിൾ എന്ന് എഴുതാൻ കാരണം എന്താ? മേശയുടെ പുറത്ത് ഇരിക്കുകയാണ്, അതുകൊണ്ടാണ് നമ്മൾ ഓൺ ദ ടേബിൾ എഴുതിയത്. ഇപ്പം എന്തെങ്കിലും ഒരു സാധനം മേശയുടെ ഉള്ളിലിരിക്കുകയാണ്, അപ്പം നമുക്ക് ഓൺ ദ ടേബിൾ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനങ്ങൾ ഉള്ളിലിരിക്കുക, ഇപ്പം കുറേ ഇൻഫർമേഷൻസ് കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഇൻ യൂസ് ചെയ്യാം. വേറെ ഇപ്പം ഇവിടെ ഓൺ ദ ടേബിൾ അല്ലേ, ഇപ്പം ഇവിടെ ടേബിളിൻ്റെ ഡ്രോയറിൻ്റെ ഉള്ളിലിരിക്കുക. അപ്പോൾ അങ്ങനെ അപ്പോൾ ഡ്രോയറിൻ്റെ ഉള്ളിലാണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻ യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ ഓൺ യൂസ് ചെയ്തത് ഓൾറെഡി ഇത് പറയുന്നുണ്ട് മേശയുടെ പുറത്തിരിക്കുകയാണ്. അപ്പോൾ പുറത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺ യൂസ് ചെയ്ത് എഴുതാം. നമുക്ക് എങ്ങനെയാണ് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. അവൾ മേശപ്പുറത്തൊരു കേക്ക് കണ്ടു. ഷീ സാ എ കേക്ക് ഓൺ ദ ടേബിൾ. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൾ 2 മിനിറ്റിനുള്ളിൽ മുഴുവൻ കേക്കും കഴിച്ചു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അവൾ 2 മിനിറ്റിനുള്ളിൽ മുഴുവൻ കേക്കും എന്ന് നമുക്ക് പറയാം ദ ഹോൾ കേക്ക്. അപ്പം 2 മിനിറ്റിനുള്ളിൽ, ഇൻ 2 മിനിറ്റ്സ്. അപ്പം കഴിക്കുക എന്ന് വെച്ചാൽ ഈറ്റ്. ഇപ്പോൾ ഇവിടെ കഴിച്ചു എന്നാണ്. അപ്പം നമ്മൾ ഈറ്റിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അവൾ 2 മിനിറ്റിനുള്ളിൽ മുഴുവൻ കേക്കും കഴിച്ചു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? അപ്പം കഴിക്കുക എന്ന് വെച്ചാൽ ഈറ്റ് എന്നാണ്. അപ്പോൾ ഈറ്റിനെ പാസ്റ്റ് ഫോം ആക്കുക നമ്മൾ. അപ്പോൾ ഈറ്റിനെ പാസ്റ്റ് ഫോം നമ്മൾ എന്താ എഴുതാൻ പോണേ? ഷീ ഏറ്റ് എന്താ? മുഴുവൻ കേക്കും. അപ്പം നമുക്ക് എഴുതാം ഷീ ഏറ്റ് ദ ഹോൾ കേക്ക്. മുഴുവൻ കേക്കും എന്നുള്ളത് നമ്മൾ ഹോൾ കേക്ക് എന്നിവിടെ എഴുതുന്നത്. ഷീ ഈറ്റ് ദ ഹോൾ കേക്ക്. കാണാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പം ഇപ്പോൾ കറക്റ്റായി. ഷീ ഏറ്റ് ദ ഹോൾ കേക്ക് ഇൻ 2 മിനിറ്റ്സ്. 2 മിനിറ്റിനുള്ളിൽ, ഇൻ 2 മിനിറ്റ്സ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ പറയാം. ഷീ ഏറ്റ് ദ ഹോൾ കേക്ക് ഇൻ 2 മിനിറ്റ്സ്. അവൾ 2 മിനിറ്റിനുള്ളിൽ മുഴുവൻ കേക്കും കഴിച്ചു. ഷീ ഏറ്റ് ദ ഹോൾ കേക്ക് ഇൻ 2 മിനിറ്റ്സ്. അപ്പം ഇവിടെ നമ്മൾ എന്താ എഴുതിയത്? നമ്മൾ ഈറ്റിൻ്റെ പാസ്റ്റ് ഫോം ഏറ്റാണ് എഴുതിയത്. അപ്പോൾ ഈറ്റിന് ടോട്ടൽ 3 ഫോംസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ എഴുതിയേക്കാം. അപ്പം ഓർത്ത് വെച്ചേക്കാം. ജസ്റ്റ് ഒന്ന് ഈറ്റ്, ഏറ്റ്, ഈറ്റൻ. അപ്പം ഇതാണ് 3 ഫോംസ്. ഈറ്റിൻ്റെ 3 ഫോംസാണിത്. ഈറ്റ്, ഏറ്റ്, ഈറ്റൻ. അപ്പം ഈ ഒരു സെൻറ്റൻസ് ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്, ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അവൾ 2 മിനിറ്റിനുള്ളിൽ മുഴുവൻ കേക്കും കഴിച്ചു. അപ്പോൾ ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്.
അപ്പം കഴിഞ്ഞ പോയ കാര്യമാണ് വരാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു വരുത്തിയ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചേഞ്ചസ് ഇല്ല, ഒരു ചേഞ്ച് വരുത്തിയിട്ടുള്ളൂ. അപ്പോൾ എവിടെ ഈറ്റ് എന്നുള്ളത് നമ്മൾ 8 ആക്കി, വേറെ ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല. അപ്പം അത് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. നമ്മൾ എന്താണ് വരുത്തിയത്, ഒരു ജസ്റ്റ് പാസ്റ്റ് ഫോം ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചേഞ്ചാണ് വരുത്തിയതെന്ന് നമ്മൾ നോക്കുക. അപ്പോൾ നമുക്ക് ഇച്ചിരി ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഒരു സെൻറ്റൻസ്. പിന്നെ ഈ ഈറ്റിൻ്റെ 3 ഫോംസ് ആണ് ഇവിടെ എഴുതി. ഈറ്റ് ആണ്. അപ്പം അതിൽ സെക്കൻഡ് ഫോം 8 ആണ് ഇവിടെ ഞാൻ എഴുതിയത്. ഷീ ate the whole cake in 2 minutes. അപ്പം പിന്നെ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഷീ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. പിന്നെ വെർബ് എന്ന് പറയുന്നത് 8 ആണ് വെർബ്. അപ്പം നമുക്കിനി നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിൻ്റ്, പെട്ടെന്ന് എൻ്റെ അമ്മ വന്നു, കേക്ക് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? പെട്ടെന്ന്, സഡൻലി. എൻ്റെ അമ്മ, മൈ മദർ. അപ്പം വന്നു, അപ്പോൾ വരിക എന്ന് വെച്ചാൽ എന്താ? കം. അപ്പോൾ ഇവിടെ വന്നു എന്നാണ്. അപ്പം നമ്മൾ കമ്മിൻ്റെ പാസ്റ്റ് ഫോം നമുക്ക് എഴുതാം. കേക്ക് എവിടെയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ചോദിക്കുക എന്ന് വെച്ചാൽ എന്താ? ആസ്ക്. അപ്പോൾ ഇവിടെ ചോദിച്ചു എന്നാണ്. അപ്പോൾ നമ്മൾ ആസ്കിനെയും പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം ഇംഗ്ലീഷിൽ. പെട്ടെന്ന് എൻ്റെ അമ്മ വന്നു, കേക്ക് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? സഡൻലി പെട്ടെന്ന് എൻ്റെ അമ്മ. അപ്പം നമുക്ക് മൈ മദർ എന്ന് എഴുതാം. മൈ മദർ, സഡൻലി മൈ മദർ. വന്നു, അപ്പോൾ വരിക എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കം എന്നാണ്. അപ്പോൾ ഇവിടെ വന്നു എന്നായതുകൊണ്ട് നമ്മൾ കമ്മിൻ്റെ പാസ്റ്റ് ഫോമാണ് എഴുതാൻ പോണത്. കമ്മിൻ്റെ പാസ്റ്റ് ഫോം കെയിം. അപ്പം സഡൻലി മൈ മദർ കെയിം ആൻഡ്, അപ്പം ചോദിച്ചു, കേക്ക് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പം ചോദിക്കുക എന്ന് വെച്ചാൽ ആസ്ക്. അപ്പോൾ ഇവിടെ ചോദിച്ചു എന്നായതുകൊണ്ട് ഞാനിവിടെ ആസ്കിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതാം. ആസ്കിൻ്റെ പാസ്റ്റ് ഫോം ആസ്ക്ഡ്. പിന്നെ എന്താ ചോദിച്ചത്? വേർ ഈസ് എ കേക്ക്. കേക്ക് എവിടെയാണെന്ന് ചോദിച്ചത്. അപ്പം നമുക്ക് ഒരു കോമ ഇട്ടിട്ട് എഴുതാം. ഇത് കാണാൻ കഴിയുന്നുണ്ടോ? വേർ ഈസ് ദ കേക്ക്. അത് നമുക്ക് ഇൻവേർട്ടഡ് കോമയിൽ എഴുതാം. വേർ ഈസ് ദ കേക്ക്. കേക്ക് എവിടെയാണ് എന്ന് ചോദിച്ചു. അപ്പം ഒന്നുകൂടി നമുക്ക് പറയാം. പെട്ടെന്ന് എൻ്റെ അമ്മ വന്നു, കേക്ക് എവിടെയാണെന്ന് ചോദിച്ചു. സഡൻലി മൈ മദർ കെയിം ആൻഡ് ആസ്ക്ഡ് വേർ ഈസ് ദ കേക്ക്. സഡൻലി മൈ മദർ കെയിം ആൻഡ് ആസ്ക്ഡ് വേർ ഈസ് ദ കേക്ക്. അപ്പം ഓൾറെഡി ഇത് ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്, ചോദിച്ചു. അപ്പം കഴിഞ്ഞു പോയ ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്, നമുക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സെൻറ്റൻസിൽ ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന് നമ്മൾ വരുത്താനായിട്ട് എന്തൊക്കെ ചേഞ്ചാണ് വരുത്തിയത്? മൈ മദർ കെയിം. അപ്പം കമ്മെന്ന് വെച്ചാൽ വരിക. അപ്പം വന്നു, ഇവിടെ വന്നു എന്നാണ്. അപ്പം നമ്മൾ കമ്മിനെ കെയിം ആക്കി. പിന്നെ ചോദിക്കുക എന്ന് വെച്ചാൽ ആസ്ക് ആണ്. അപ്പോൾ ചോദിച്ചു എന്നാണ് നമ്മൾ ആസ്കിനെയും പാസ്റ്റ് ഫോമിൽ എഴുതി, ആസ്ക്ഡ്. അപ്പം ഈ 2 ചേഞ്ചസ് ആണ് നമ്മളിവിടെ വരുത്തി എഴുതിയിരിക്കുന്നത്. നമുക്ക് ഒന്നുകൂടെ ഒന്നിച്ച് പറയാം. പെട്ടെന്ന് എൻ്റെ അമ്മ വന്നു, കേക്ക് എവിടെയാണെന്ന് ചോദിച്ചു. സഡൻലി മൈ മദർ കെയിം ആൻഡ് ആസ്ക്ഡ് വേർ ഈസ് ദ കേക്ക്. സഡൻലി മൈ മദർ കെയിം ആൻഡ് ആസ്ക്ഡ് വേർ ഈസ് ദ കേക്ക്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിൻ്റ്, അവൾ പൂച്ചയെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു, പൂച്ചയായിരിക്കും അത് കഴിച്ചത്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അവൾ, ഷീ. അപ്പോൾ പൂച്ചയെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു. നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് എഴുതാം പോയിൻറ്റഡ് അറ്റ് ദ ക്യാറ്റ്. ഷീ പോയിൻറ്റഡ് അറ്റ് ദ ക്യാറ്റ്. അവൾ പൂച്ചയെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു. ഷീ പോയിൻറ്റഡ് അറ്റ് ദ ക്യാറ്റ്. അപ്പം പിന്നെ എന്താ? പറഞ്ഞു എന്നാണ്. പറയുക എന്ന് വെച്ചാൽ എന്താ? സേ. അപ്പോൾ ഇവിടെ പറഞ്ഞു എന്നായതുകൊണ്ട് നമ്മൾ സേയുടെ പാസ്റ്റ് ഫോം നമുക്ക് എഴുതാം. അപ്പം എന്താ പറഞ്ഞത്? പൂച്ചയായിരിക്കുമെന്ന്. അപ്പം ഈ ആയിരിക്കും എന്ന് വെച്ചാൽ കൺഫേം ആയിട്ടല്ല പറഞ്ഞത്, പൂച്ചയായിരിക്കുമെന്ന് പറയാണ്. അപ്പം നമുക്കിവിടെ മേ ബി യൂസ് ചെയ്തിട്ട് എഴുതാം. മേ ബി പൂച്ചയായിരിക്കും അത് കഴിച്ചത്. അപ്പോൾ കഴിക്കയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ഈറ്റ്. ഇവിടെ കഴിച്ചു എന്നാണ്, ഓൾറെഡി കഴിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈറ്റിനെയും പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതാം നമുക്ക്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അവൾ പൂച്ചയെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു, പൂച്ചയായിരിക്കും അത് കഴിച്ചത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ഇംഗ്ലീഷിൽ? ഷീ പോയിൻറ്റഡ് അറ്റ് ദ ക്യാറ്റ്. ഷീ പോയിൻറ്റഡ് അറ്റ് ദ ക്യാറ്റ്. പോയിൻറ്റഡ് അറ്റ് ദ ക്യാറ്റ്. ഷീ പോയിൻറ്റഡ്. അവൾ പൂച്ചയെ
ചൂണ്ടിക്കാട്ടുക. അപ്പോൾ അതിനാണ് നമ്മൾ ഷീ പോയിൻറ്റഡ് അറ്റ് ദ ക്യാറ്റിന് എഴുതിയത്. അവൾ പൂച്ചയെ ചൂണ്ടിക്കാട്ടി. ഷീ പോയിൻറ്റഡ് അറ്റ് ദ ക്യാറ്റ് ആൻഡ് സെയ്ഡ്. അപ്പം സേ എന്ന് വെച്ചാൽ എന്താ പറയുക. അപ്പോൾ ഇവിടെ സെയ്ഡാണ്. അപ്പം സേയുടെ പാസ്റ്റ് ഫോമാണ് ഞാൻ എഴുതുന്നത്, സെയ്ഡ്. ഷീ പോയിൻറ്റഡ് അറ്റ് ദ ക്യാറ്റ് ആൻഡ് സെയ്ഡ്. എന്താണ് പറഞ്ഞത്? ആയിരിക്കും, പൂച്ച ആയിരിക്കും അത് കഴിച്ചത്. അപ്പം ഈ പൂച്ച ആയിരിക്കും എന്നുള്ള ഒരു കൺഫേമായിട്ട് പറയണല്ല, ഡൗട്ട്ഫുള്ളായിട്ടാണ് പറയുന്നത്. അപ്പം നമ്മളിവിടെ മേ യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതാം. മേ ഒരു ഇൻവേർട്ടഡ് കോമ ഇടാം. മേ ബി ദ ക്യാറ്റ്. അപ്പം ഈറ്റ് എന്ന് വെച്ചാൽ കഴിക്കുക. അപ്പം ഇവിടെ കഴിച്ചത് എന്നാണ്, ഓൾറെഡി കഴിച്ച് കഴിഞ്ഞു. അപ്പം നമ്മൾ ഈറ്റിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതാം, എയ്റ്റ്. മേ ബി ദ ക്യാറ്റ് എയ്റ്റ്, ATE. അപ്പം അവൾ ആ ഒരു ഫോക്കസ് ചെയ്ത് പറഞ്ഞൊരു സെൻറ്റൻസ് ആയതുകൊണ്ടാണ് ഇത് ഇൻവേർട്ടഡ് കോമയിൽ എഴുതിയിരിക്കുന്നത്. മേ ബി ദ ക്യാറ്റ് ഈറ്റ് ഇറ്റ്. അപ്പം എന്താണ് അവൾ പറഞ്ഞത്? ഷീ പോയിൻറ്റഡ് അറ്റ് ദ ക്യാറ്റ് ആൻഡ് സെയ്ഡ് മേ ബി ദ ക്യാറ്റ് ഈറ്റ് ഇറ്റ്. അപ്പം അവൾ പൂച്ചയെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു, പൂച്ചയായിരിക്കും അത് കഴിച്ചത്. നമുക്ക് എങ്ങനെ ഒന്നുകൂടെ പറയാം? അവൾ പൂച്ചയെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു, പൂച്ചയായിരിക്കും അത് കഴിച്ചത്. ഷീ പോയിൻറ്റഡ് അറ്റ് ദ ക്യാറ്റ് ആൻഡ് സെയ്ഡ് മേ ബി ദ ക്യാറ്റ് ഏറ്റ് ഇറ്റ്. അപ്പം ഈ ഒരു സെൻറ്റൻസ്, ഇത് ഓൾറെഡി ഈ സെൻറ്റൻസ് കേൾക്കുമ്പോൾ നമുക്കറിയാം ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. പൂച്ചയായിരിക്കും അത് കഴിച്ചതൊക്കെ അങ്ങനെ നമ്മളൊരു കഴിഞ്ഞു പോയ ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ് പറയണത്. അപ്പം ഈ ഒരു സെൻറ്റൻസ് നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തിയത്? അപ്പം ഇവിടെ ഷീ പോയിൻറ്റഡ് അറ്റ് ദ ക്യാറ്റ്. അപ്പോൾ ഈ പോയിൻറ്റഡ് എന്നുള്ളത് ഒരു പാസ്റ്റ് ഫോമാണ്, പോയിൻറ്റഡ്. അപ്പം അറ്റ് ദ ക്യാറ്റ് ആൻഡ് സെയ്ഡ്. അപ്പം ഈ സേയുടെ നമ്മൾ പാസ്റ്റ് ഫോമാക്കി സെയ്ഡാക്കി. സേയുടെ പാസ്റ്റ് ഫോം സെയ്ഡ്. മേ ബി ദ ക്യാറ്റ് ഏറ്റ് ഇറ്റ്. അപ്പം ഈറ്റിൻ്റെ പാസ്റ്റ് ഫോം ഏറ്റു ആക്കി. അപ്പോൾ ഇവിടെ ഇത്രയും ചേഞ്ചസ് ആണ് വരുത്തിയത്. ഞാനത് ജസ്റ്റ് എഴുതിയേക്കാം. ഇവിടെ നമ്മൾ സേയെ കൺവേർട്ട് ചെയ്ത് സെയ്ഡാക്കി, പിന്നെ ഈറ്റിനെയും കൺവേർട്ട് ചെയ്ത് ഏറ്റാക്കി. നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിൻ്റ്, അവളുടെ അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ കേക്ക് പൂച്ചയേക്കാൾ വലുതായിരുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലിടാൻ നോക്കാം. അവളുടെ അമ്മ, ഹെർ മദർ, ചിരിക്കുക, ലാഫ്. അപ്പം പറയുക, ഇവിടെ പറഞ്ഞു എന്നാണ്, പറയുകയ്ക്ക് നമുക്കിങ്ങനെ പറയാം, സേ. അപ്പോൾ ഇവിടെ പറഞ്ഞു എന്നായിട്ട് നമ്മൾ സേ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതാം. ആ കേക്ക് പൂച്ചയേക്കാൾ വലുതായിരുന്നു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? അപ്പം ആയിരുന്നു എന്ന് വന്നുകൊണ്ട് നമുക്കിവിടെ വാസ് യൂസ് ചെയ്തിട്ട് എഴുതാം. ഇവിടെ എന്തുകൊണ്ടാണ് വാസ് യൂസ് ചെയ്തത്? കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് വാസ് ഓർ വേർ നമുക്ക് യൂസ് ചെയ്യാം ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസിൽ. അപ്പം ഈ ഒരു സെൻറ്റൻസ് പാസ്റ്റ് ടെൻസ് ആണ്, പൂച്ചയേക്കാൾ വലുതായിരുന്നു. അപ്പം ഒരു കഴിഞ്ഞു പോയ കാര്യമാണ് പറയണത്. പക്ഷേ വാസ് ഓർ വേർ യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ വാസ് യൂസ് ചെയ്യുന്നു വെച്ചാൽ ഇവിടെ ആ കേക്ക്, അപ്പം ഒറ്റൊരു കേക്കേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ കുറേ കേക്ക്സ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ കേക്ക് പൂച്ചയേക്കാൾ വലുതായിരുന്നു. അപ്പം ദ കേക്ക്, നമുക്ക് ദ കേക്ക് വാസ് എന്ന് യൂസ് ചെയ്യാം. ദ കേക്ക് വേറെന്ന് ഉപയോഗിക്കാൻ പറ്റില്ല. കാര്യം ദ കേക്ക് അതൊരു സിംഗുലാർ സബ്ജക്റ്റാണ്. ദ കേക്ക്, കുറേ കേക്ക്സ് ഇല്ല, ഒരു കേക്കിൻ്റെ കാര്യം ഇവിടെ പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ വാസ് യൂസ് ചെയ്തത്, വാസ് ആയിരുന്നു. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അവളുടെ അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ കേക്ക് പൂച്ചയേക്കാൾ വലുതായിരുന്നു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഹെർ മദർ, അപ്പം ചിരിക്കുക എന്ന് വെച്ചാൽ ലാഫ്. അപ്പം ഇവിടെ ചിരിച്ചു എന്നാണ്. അപ്പം നമ്മൾ ലാഫിനെ പാസ്റ്റ് ഫോം ആക്കുന്നു, ലാഫ്ഡ്. ഹെർ മദർ ലാഫ്ഡ് ആൻഡ്, അപ്പം പറയുക എന്ന് വെച്ചാൽ സേ ആണ്. അപ്പോൾ സേയെ നമ്മൾ പാസ്റ്റ് ഫോം ആക്കുന്നു, പറഞ്ഞു എന്നായുണ്ട്. അപ്പം സേയുടെ പാസ്റ്റ് ഫോം സെയ്ഡ്. ഹെർ മദർ ലാഫ്ഡ് ആൻഡ് സെയ്ഡ്. എന്താ പറഞ്ഞത്? ആ കേക്ക് പൂച്ചയേക്കാൾ വലുതായിരുന്നു. അപ്പം നമുക്ക് എഴുതാം, ദ കേക്ക്, നമ്മളിവിടെ വാസ് യൂസ് ചെയ്തു. ഞാൻ ഓൾറെഡി പറഞ്ഞു വാസ് യൂസ് ചെയ്യാൻ കാരണം ദ കേക്ക് എന്ന് പറഞ്ഞൊരു ഇവിടെ ഒരു സിംഗുലാർ സബ്ജക്റ്റ് ആണ്. കുറേ കാര്യമില്ല, ഒരു കേക്കിൻ്റെ കാര്യം പറയണുള്ളൂ. അപ്പം കുറേ കാര്യങ്ങളുണ്ട്. ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ നമുക്കിവിടെ വേറെ യൂസ് ചെയ്യാമായിരുന്നു. കാര്യം ഇത് ഓൾറെഡി ഇപ്പോൾ ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് വാസ് ഓർ വേറെ യൂസ് ചെയ്തിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ ഒറ്റ കേക്ക് ആയതുകൊണ്ടാണ് ദ കേക്ക്. അപ്പം നമ്മൾ വാസ് യൂസ് ചെയ്ത്, ദ കേക്ക് വാസ്, വലുതായിരുന്നു. അപ്പം നമുക്ക് എഴുതാം, വെക്കാൻ കേക്ക് ബിഗർ
The cake was bigger than the cat. The cake was bigger than the cat. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് പറയാം ഇംഗ്ലീഷിൽ. Her mother laughed and said the cake was bigger than the cat. അവളുടെ അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ കേക്ക് പൂച്ചയേക്കാൾ വലുതായിരുന്നു. Her mother laughed and said the cake was bigger than the cat. The cake was bigger than the cat. അവളുടെ അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ കേക്ക് പൂച്ചയേക്കാൾ വലുതായിരുന്നു. Her mother laughed and said the cake was bigger than the cat. നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ അത് വളരെ വിശന്ന പൂച്ചയായിരിക്കും. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അപ്പോൾ ചിരിക്കുക, ലാഫ്. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു, പറയുക എന്ന് വെച്ചാൽ സേ, പറഞ്ഞു എന്നായിട്ട് നമ്മൾ സേയുടെ പാസ്റ്റ് ഫോം എഴുതുന്നു. അപ്പോൾ അത് വളരെ വിശന്ന പൂച്ചയായിരിക്കും. അപ്പം എങ്ങനെ നമുക്ക് എഴുതാം? വളരെ, വെരി. വിശക്കുക എന്ന് വെച്ചാൽ എന്താ? ഹംഗ്രി. അപ്പം ഇവിടെ ആയിരിക്കും എന്നാണ്. അപ്പം നമുക്ക് എന്ത് ഉപയോഗിച്ചിട്ട് ഇവിടെ എഴുതാം? നമുക്കിവിടെ വാസ് യൂസ് ചെയ്തിട്ട് എഴുതാം. നമുക്ക് ഒന്നും കൂടെ പറഞ്ഞു നോക്കാം എങ്ങനെ എഴുതാമെന്ന്. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ അത് വളരെ വിശന്ന പൂച്ചയായിരിക്കും. അപ്പം എങ്ങനെ എഴുതാൻ നോക്കാം. ഷീ, ഇപ്പം ചിരിക്കുക. ഇവിടെ ചിരിക്കുകയ്ക്ക് നമുക്ക് സ്മൈലെന്നും ലാഫെന്നും ഒക്കെ എഴുതാം. പക്ഷെ ഞാൻ ഇവിടെ സ്മൈൽ എന്നാണ് എഴുതാൻ പോണത്. നമ്മൾ നേരത്തെ ഇതിൽ ലാഫ് എഴുതിയായിരുന്നല്ലോ. അപ്പം ഈ ഒരു സെൻറ്റൻസ് ഞാൻ സ്മൈൽ എന്ന് എഴുതുകയാണ്. ഷീ സ്മൈൽ. അപ്പോൾ ചിരിച്ചു കൊണ്ട്, ഓൾറെഡി ചിരിച്ചു കഴിഞ്ഞ കാര്യം. അപ്പം നമ്മൾ സ്മൈലിൻ്റെ പാസ്റ്റ് ഫോമാണ് സ്മൈൽഡ് എന്ന് എഴുതും. ഷീ സ്മൈൽഡ് ആൻഡ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പറയുക എന്ന് വെച്ചാൽ സേ. അപ്പം നമ്മളിവിടെ സെയിം പാസ്റ്റ് ഫോം ആയിട്ട് എഴുതാം. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ സെയ്ഡ്. ഷീ സ്മൈൽഡ് ആൻഡ് സെയ്ഡ്. അപ്പോൾ അത് വളരെ വിശന്ന പൂച്ചയായിരിക്കും. അപ്പം ഒരു കോമ ഇടാം നമുക്കിവിടെ. എന്നിട്ട് ദെൻ ഇറ്റ് വാസ്. അപ്പം പൂച്ച ആയിരിക്കും എന്നുള്ളതിന് നമ്മളിവിടെ വാസ് യൂസ് ചെയ്തു. ദെൻ ഇറ്റ് വാസ് എ, വളരെ, വളരെ എന്നുള്ളതിന് നമ്മളിവിടെ വെരി എഴുതി. വെരി കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ദെൻ ഇറ്റ് വാസ് എ വെരി, വിശക്കുന്ന, വളരെ വിശന്ന പൂച്ച. അപ്പം നമുക്ക് വിശക്കുക എന്ന് വെച്ചാൽ എന്താ? ഹംഗ്രി. ദെൻ ഇറ്റ് വാസ് എ വെരി ഹംഗ്രി ക്യാറ്റ്. ദെൻ ഇറ്റ് വാസ് എ വെരി ഹംഗ്രി ക്യാറ്റ്. നമ്മളെങ്ങനെ എഴുതിയത്? അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ അത് വളരെ വിശന്ന പൂച്ചയായിരിക്കും. ഷീ സ്മൈൽഡ് ആൻഡ് സെയ്ഡ് ദെൻ ഇറ്റ് വാസ് എ വെരി ഹംഗ്രി ക്യാറ്റ്. ദെൻ ഇറ്റ് വാസ് എ വെരി ഹംഗ്രി ക്യാറ്റ്. അപ്പം നമുക്ക് ഒന്നും കൂടെ പറഞ്ഞു നോക്കാം. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ അത് വളരെ വിശന്ന പൂച്ചയായിരിക്കും. ഷീ സ്മൈൽഡ് ആൻഡ് സെയ്ഡ് ദെൻ ഇറ്റ് വാസ് എ വെരി ഹംഗ്രി ക്യാറ്റ്. ഷീ സ്മൈൽഡ് ആൻഡ് സെയ്ഡ് ദെൻ ഇറ്റ് വാസ് എ വെരി ഹംഗ്രി ക്യാറ്റ്. അപ്പം ഇതാണ് നമ്മുടെ കഥയുടെ ലാസ്റ്റ് പോയിൻറ്റ്. അപ്പം നമുക്ക് ഒരു നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് കാണാം. അപ്പോൾ അതിനു മുമ്പേ ഈ ഒരു കഥയുടെ സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്താ അതിൻ്റെ മോറൽ എന്ന് നമുക്ക് ആ മോറൽ ഒന്ന് പറയാം അടുത്ത പോയിന്റിൽ. നമ്മൾ നെക്സ്റ്റ് പോയിന്റിൽ ഇതിൻ്റെ മോറൽ എന്താണെന്ന് നമുക്ക് പറയാം. അപ്പം നമ്മളിന്ന് പഠിച്ച ഇന്നത്തെ കഥയുടെ മോറലാണ് ഈ ഒരു പോയിന്റിൽ ഞാൻ പറയണത്. നമ്മുടെ തെറ്റുകൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തരുത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? ഇവിടെ നമ്മുടെ എന്നുള്ളത് നമ്മുടെ തെറ്റുകൾ. നമുക്ക് പറയാം അവർ മിസ്റ്റേക്സ്, തെറ്റുകൾ എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം മിസ്റ്റേക്സ്, തെറ്റുകൾ, മിസ്റ്റേക്സ്. മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ അതേഴ്സ്. കുറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലെയിം. നമുക്ക് എങ്ങനെ എഴുതാം? നമ്മുടെ തെറ്റുകൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തരുത്. നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഡോണ്ട് ബ്ലെയിം എന്ന് വെച്ചാൽ കുറ്റപ്പെടുത്തുക. ഡോണ്ട് ബ്ലെയിം അതേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ. ഡോണ്ട് ബ്ലെയിം അതേഴ്സ് ഫോർ അവർ മിസ്റ്റേക്സ് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ തെറ്റുകൾ. അവർ മിസ്റ്റേക്സ്. ഡോണ്ട് ബ്ലെയിം അതേഴ്സ് ഫോർ അവർ മിസ്റ്റേക്സ്. അപ്പം നമ്മുടെ തെറ്റുകൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ കഥയുടെ ലാസ്റ്റ് പോയിൻറ്റ്. അപ്പം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. ബൈ ഫ്രണ്ട്സ്.